പുള്ളിക്കും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇച്ചിരി ശമ്പളം കിട്ടിയാൽ മറ്റേ പൈസയ്ക്ക് വേണ്ടിയില്ലേ തുണിക്കടയിൽ കൂടെ പോകുന്നത് പോയി. അപ്പം ആരോ പറഞ്ഞെന്ന് പറഞ്ഞു ഇതാകുമ്പോൾ നീ ആദ്യം അങ്ങ് ഒരു ഇല്ല അങ്ങനെയില്ല എങ്കിലും 10 കൊടുക്കാമോ നിനക്ക്? കഷ്ടമില്ല. പക്ഷെ അവരെല്ലാം ചെയ്യുമോയെന്ന് ചോദിച്ചോ? ജോലിയൊക്കെ രാത്രിയിലല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമോ? ആ എന്നാ പിന്നെ അത് മതി. അപ്പം പിന്നെ അതായിരുന്നു നല്ലത്. കുഞ്ഞമ്മ സമ്മതിച്ചോ? ഇന്നലെ കുഞ്ഞമ്മ പറയുന്നത് ഏവൂരൊന്നും ആരാണ്ട് വരുമെന്ന്. ഓ ഇതാണ് നല്ലത്. പക്ഷെ പകല് കുഞ്ഞമ്മയ്ക്ക് ഒറ്റയ്ക്ക് കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാനീ പറഞ്ഞത്. കുഞ്ഞമ്മയ്ക്ക് പകല് TV ഒക്കെ കണ്ടോണ്ട് അവിടെ ഇരിക്കും. വേണമെങ്കിൽ എന്നെ കൂടെ വിളിച്ചോളാൻ പറ. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വിളിക്കാമെന്ന് പറഞ്ഞു. അതല്ല എന്നോട് പറഞ്ഞു ഈ ആരെയും കാണാനില്ല. എന്നോട് പറയണ്ട ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല. TV കാണാൻ പാട്ടൊക്കെ ഇപ്പോഴത്തെ ഫോൺ ശരിയല്ലെന്ന് പറയുന്നത്. ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ലല്ലോ. കുഞ്ഞമ്മ പറയുന്നത് ഇപ്പൊ പറയുന്നത് അത് ശരിയാവുന്നില്ല. ഓ ഇതൊന്നും വേണ്ടാടാ കുഞ്ഞമ്മ. ഐഫോൺ ഒന്നും മേടിക്കണ്ടടാ. സാധാരണ ഒരു വാട്സപ്പ് ഉള്ള അയ്യോ ഇന്നലെ എന്നോടൊന്ന് ചൂടായടാ. നീയാണോ സുലേഖയുടെ കാര്യം അവനെ വിളിച്ചു പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല. അവര് ഒരു അംഗൻവാടി പോയി ഞാനിവിടെ ഒറ്റ ഇല്ല. മമ്മി കിടപ്പായപ്പോ അവർക്ക് പറ്റുന്നില്ലടാ പിടിച്ച് പൊക്കാനോ. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് മമ്മിയെ രാവിലെ പെട്ടെന്ന് പോവല്ലോ. മമ്മിയുടെ ഇതൊക്കെ കിടപ്പായപ്പോ ഡയപ്പറും തലയോ അല്ല. പക്ഷെ വേറൊരുത്തി ഇടയ്ക്ക് ഇടയ്ക്ക് വന്നപ്പോ കഥ പറയുന്നുണ്ടായിരുന്നു. കാരണം അന്നേരം മനസ്സിലായോ അല്ലെന്നാ കുഞ്ഞമ്മയോട് പറഞ്ഞത്. കുഞ്ഞമ്മ വേറെ കിട്ടില്ലെങ്കിൽ എടി എന്തായാലും ഏവൂരിയ വിവരമൊന്നും അറിഞ്ഞു. ഓ ഇല്ലടാ. അല്ലെങ്കിൽ നീ ഒരു 8 അത് പറയാം. അപ്പൊ പിന്നെ ചോദിക്കത്തില്ലല്ലോ. അന്നേരം ശരിയെന്ന് പറഞ്ഞാൽ മതി. അപ്പം ലിസ്റ്റ് തൂക്കാനും തുടങ്ങിയപ്പോ അതിനോടൊരാളെ വെക്കണം ചെയ്യാം. പത്തേ പറ്റത്തുള്ള അല്ലെങ്കിൽ 8 മണി ചോദിക്കണം. 8 ചിലപ്പോ അല്ല അതുകൊണ്ട് നീ പറഞ്ഞാൽ മതി. വേറെ അതെ അല്ല ഇവർക്ക് അപ്പൊ ഇവരോട് പറഞ്ഞാൽ മതി. ഉണ്ടില്ലേ? അല്ല അതുകൊണ്ടല്ലോ. അതാരാ സരോജ ചേച്ചിയോ? അതാ ഞാൻ പറഞ്ഞ. അതെ അതെ. അപ്പൊ ഇത് തന്നെ ലാഭം. ഏജൻസിക്കാര്